ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേറും തൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. സംസാര ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ലവ്ലിയമ്മച്ചിയാണ്. കഴിഞ്ഞ 2 വീഡിയോയിൽ എന്ത് ചെയ്യുക, നമ്മൾ ലവ്ലിയമ്മച്ചിയുടെ ഓരോ പുതിയ ഫുഡുകൾ നമ്മൾ കണ്ടു. നമ്മൾ പുറത്തു നിന്ന് കിട്ടുന്ന മറ്റുള്ള ജങ്ക് ഫുഡിലൊക്കെ ഉള്ള യാതൊരു വിധമായ മായങ്ങളും ചേർക്കാതെ വയറ്റിനും ശരീരത്തിനും നല്ല വിധത്തിൽ ഉപകാരം ചെയ്യുന്ന നല്ലൊരു ഫുഡ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നുള്ളത് പറഞ്ഞ സാധനങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു ഇറച്ചി ഫുഡാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. എൻ്റെതായ സ്റ്റൈലാണ് ഞാൻ വയ്ക്കുന്നത്. അത് മറ്റുള്ളവരുടേതുമായിട്ട് കൂട്ടിക്കലർത്തുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വയ്ക്കുന്നത് 1 കിലോ. അതിൽ ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ സവാള എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടിയിട്ട് വേവിക്കാനുള്ളതാണ്. പിന്നെ ചെറിയ ഉള്ളി, അത് ഒരു ടേസ്റ്റിന് വേണ്ടി അതിൽ ഇട്ട് കൊടുക്കാൻ. ഇത് എണ്ണയിൽ വഴക്കുമ്പോൾ അത് എണ്ണയിൽ വഴക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 5 പച്ചമുളകുണ്ട്, ഒരു 2 സ്പൂൺ ഗരം മസാലയുണ്ട്, പിന്നെ വെളുത്തുള്ളി. അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഞാൻ 1 സ്പൂണിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2-4 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില, ചെറിയ സൈസ് 3 തക്കാളി, പിന്നെ ശകലം തൈര്, 2 സ്പൂൺ തൈര് ഇതിനകത്ത് ഒഴിച്ച്, ഇതിനകത്ത് 4 സ്പൂണ് മുളക്. എന്ന് വെച്ചാൽ ഈ കാശ്മീരി മിർച്ചി ആയതുകൊണ്ട് എരിവ് കുറയും. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, ചെറിയ സ്പൂണിനാണ്, ടീസ്പൂണിന്, പിന്നെ 1 സ്പൂണ് ഇത് ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 സ്പൂണ് തൈര് ഒഴിച്ച് ഞാൻ കുഴച്ച് 2 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. തീർച്ചയായും. ഇനി നമുക്ക് അടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടാകുമ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റി കഴിയുമ്പോൾ നമുക്ക് ടേബിൾ സ്പൂണിന് ഒരു 3 സ്പൂണ് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തുള്ള വെള്ളം വറ്റി ഇനി നമുക്ക് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുളി ഇത് ഒത്തിരി നോക്കണമെന്നില്ല, കുറച്ച് ഒന്ന് ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഒത്തിരി അത് വാടണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയാണ്, ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് അത് അരിഞ്ഞിട്ടില്ല, മുഴുവൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഈ പച്ചമുളക് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇഞ്ചിയും അതിനകത്തോട്ട് ഇത് ചെയ്യണം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്താൽ ഉള്ളി വേഗം വാടി കിട്ടും. കൂടാതെ നമുക്ക് വേറെ ഒരു ഉപകാരം, ആ ഉപ്പും നമുക്ക് ഇറച്ചിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലാതെ അരപ്പിലും ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണം. അതുകൊണ്ടാണ് അത് ചിക്കൻ പിടിച്ചിരിക്കും.
അടുപ്പില് നമുക്ക് ഇച്ചിരി ചാറ് വേണമെന്ന് എളുപ്പത്തിൽ ജോലി ചെയ്യുന്നവര് എപ്പോഴും ഇറച്ചി ഉണ്ടാക്കിയിട്ട് വേറെ ചാറ് ഉണ്ടാക്കാനായി പോകില്ല. പിന്നെ എന്തെങ്കിലും കൂട്ടുകറിയും കൂടെ വെച്ചിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരായിരിക്കും. ഇറച്ചിക്ക് ചിലവ് ചാറ് വേണം. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ചപ്പാത്തിക്കപ്പം ഇവിടെ പെട്ടിരിക്കണം. അത് അതിൻ്റെ ലാസ്റ്റ് നമ്മൾ മേലോട്ട് ഒരു മല്ലിയിലയും കൂടെ മേലെ ഒത്തിരി മാറ്റമൊന്നുമില്ല, ഒരു കുറച്ച് ഒരു കളർ മാറി കിട്ടിയാൽ ഏകദേശം ഒരു ചുവന്ന നിറം വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഈ തക്കാളി ഒക്കെ ഇട്ടു. തക്കാളി എല്ലാത്തിലും ചേർക്കുന്നുണ്ട്. നമുക്ക് അതൊരു ടേസ്റ്റ് കൂടുന്ന ഒരു സാധനമാണ്. പിന്നെ പിന്നെ ചാറ് കിട്ടും. ചാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പിന്നെ ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് പിന്നെ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ തോല് വിരിച്ചിട്ട് അതിനെ തനിച്ച് മിക്സിയിൽ തനിച്ച് ഇതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പച്ച മണം പോയി കിട്ടും. പിന്നെ ചാറും കിട്ടും, കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി അരിഞ്ഞിടും. അയലക്കറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലായിട്ട് മീൻ ചാറ് കൂടുതൽ വേണമെന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് മീൻ ചാറിനകത്തോട്ട് അതായത് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും കിച്ചൺ ഇരുന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ ചാറിൽ ഇതേപോലെ ചാറ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുന്നുണ്ട്. ഇതിലും അങ്ങനെയും ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യാൻ എൻ്റെ സമയമുള്ളൂ. പിന്നെ അതിനെ ചൂടുവെള്ളത്തിലിട്ടു, പിന്നെ അതിനെ മിക്സിയിൽ അടിച്ചൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ടൈം കിട്ടുന്നില്ല. ജോലി കഴിഞ്ഞ് വേഗം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രായം നിന്നതല്ലേ ഇപ്പോൾ പഴകി തേങ്ങ നാവാണ് ഇറച്ചി നോക്കാനോട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി ചേർത്ത് എൻ്റെ പുറമെ കിട്ടുന്നുണ്ടായിരുന്നു. അതിനെ രണ്ടായിട്ട് മുറിച്ച് വേണ്ട. ഒരു കപ്പ് വെള്ളം, ഏകദേശം ഒരു കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് ചാറ് കിട്ടാൻ വേണ്ടിയിട്ടും ആ മുളക് വേകുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ചാറും കൂടെ ഇറങ്ങി. അപ്പോഴത്തേക്ക് വെള്ളം കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്കൊന്നും അപ്പം ചപ്പാത്തിക്കൊക്കെ ഒത്തിരി ചാറ് വേണ്ടല്ലോ. ചോറ് വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ അതുകൂടെ അത് വേകുമ്പോഴത്തേക്കും ഈ ഇറച്ചിയുടെ വെള്ളമൊക്കെ അതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അപ്പോഴേ നമുക്ക് ഈ ഇറച്ചിയുടെ ഇങ്ങനെ വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് മാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ മോനല്ലേ, നമുക്കറിയാം. എന്നാലും മാട്ടിൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതല്ല ഇത്രയും കാലമായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാതെ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രചിതാണ്
കല്യാണം കഴിക്കാതിരിക്കുക. അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാനാണോ അല്ല, ഉദ്ദേശിച്ചത്? കല്യാണം കഴിക്കാതിരിക്കാനുള്ള പ്ലാനൊന്നുമില്ല. കഴിക്കണം. പക്ഷേ സാഹചര്യം ഒത്തു വന്ന് അതിലേക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മണിയുടെ ഭാഷയിൽ പറഞ്ഞ ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഞങ്ങള് അങ്ങനെ വലിയ അഭിനയവും പുറത്തൊന്നും പോയിട്ടില്ല. അതെ, ഞങ്ങൾ ഈ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ അപ്പോഴ് ഒരു 4 നാടകം ഇവിടെ ആയിരുന്നു. അപ്പം 4 നാടകത്തിൽ വർഷം തോറും ഓരോ നാടകം ആനിവേഴ്സറി, അവിടുത്തെ ആനിവേഴ്സറിക്കും പിന്നെ പള്ളി പെരുന്നാളിനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാർഡിൻ്റെ ആനിവേഴ്സറിക്കും പള്ളി പെരുന്നാളും അപ്പോഴൊക്കെ അതിൽ സ്കിറ്റുകളിലും പിന്നെ മെയിനായിട്ട് 4 നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അറിയാതെ അങ്ങനെ വന്നു പോകുന്നു. അത്രയാണ്. പണ്ടത്തെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. പണ്ട് കൊച്ചു ചെറുതായിരുന്ന സമയത്തേക്കും ഫോക്ക് ഡാൻസ് 5ലും 6ലും പഠിക്കുന്ന സമയത്തേക്കാണ്. അപ്പോഴും കളിക്കാത്ത ധാരാളം ഇപ്പോഴും അതുപോലെ അന്ന് കാലത്ത് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഇതെല്ലാം തമ്പുരാന്റെ കളിയാണ് അവിടെ ഇരുന്ന് കളിപ്പിക്കുന്നത്. അവിടെ ഇരുന്ന് പാവ പോലെ നമ്മളെ അழைക്കുന്നു. മക്കളൊക്കെ വളർന്നു, അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. അവരുടെ മക്കളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്വസ്ഥമായി. ആ സമയത്തേക്കാണ് ഇങ്ങനെ നാടകത്തിന് വിളിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ അഭിനയിച്ചതും അപ്പോഴവർക്ക് ഇഷ്ടമായി. അതുകൊണ്ട് അങ്ങനെ എല്ലാ നാടകത്തിലും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാർഷികത്തിനൊക്കെ ഞങ്ങൾ ഓരോ സ്കിറ്റുകൾ തയ്യാറാക്കി അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പിള്ളേർ പറഞ്ഞ കണക്ക് ആടിയും പാടിയും മോതിരം മാറിയും 1000 രാവുകൾ കടന്നു. സമയം പോയത് ഒരു വിസിൽ 2 വിസിൽ. അത് ഇതുപോലെ ചട്ടിയുണ്ടാക്കി വീട്ടമ്മയുടെ ഒരു വേഷം, ഒരിക്കലും ഒരു ഉമ്മയുടെ വേഷം, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തിയുടെ വേഷം. അങ്ങനെ ഓരോന്ന് ഡയറക്ടർ എന്താണ് തരുന്നത് അത് നമുക്ക് ആടിയവൻ നാട്ടക്കെടുത്ത് പാടിയവൻ പാട്ടക്കെടുത്ത് അത് നിനക്ക് എന്താണ് തരുന്നത്. ഇപ്പോൾ 3 വിസിൽ ആയിട്ടുണ്ട്. അത് നമുക്ക് റെഡിയായി കാണിക്കും. പക്ഷേ നമുക്ക് 10 മിനിറ്റ് നേരം ഇതിൻ്റെ ആ ഗ്യാസൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതിലുള്ള വിസിലൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് തുറന്ന് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ. അല്ലേ മോനെ? ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേറും തൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. പഴയ പാട്ട്. കുരിശുകൾ ഓരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ, കുരിശുകൾ ഓരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ, കാലക്കേടാണ് നോദിയെല്ലാരും എന്നിൽ നിന്ന് വേഗം അകലുമ്പോൾ, നാണക്കേടിൻ്റെ നേരത്താരും തെല്ലാശ്വാസം നൽകാനില്ലാതായി, ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ. ഇറച്ചി നമുക്ക് നന്നായിട്ട് പാകമായിട്ടുണ്ട്. നല്ല മണവും നല്ല അടിപൊളിയായിട്ട് കണക്കിനുള്ള ചാറുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലിൽ കൂടെ ഇച്ചിരി മല്ലിയില, മല്ലിച്ചപ്പും. ചിലർക്കൊന്നും മല്ലിച്ചപ്പ് ഇഷ്ടമല്ല, എന്നാൽ മിക്കവർക്കും ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഇച്ചിരി മല്ലിച്ചപ്പ് അതിൻ്റെ മേളിലോട്ട് വിതറി കൊടുക്കുക. ഒപ്പം ശകലം കറിവേപ്പില. നമ്മൾ മിച്ചം വെച്ച കറിവേപ്പില. അതെ, ബാക്കി വെച്ച കറിവേപ്പിലയാണ്.
അതും അതിൻ്റെ മേളിൽ ഒന്ന് വിതറി നമുക്ക് 1 സ്പൂണ് എണ്ണയും അതിൻ്റെ മേളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്തിനാ നമ്മളിതിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കുന്നത്? മുകളിൽ എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കടുപ്പമൊക്കെ മാറി ആ എണ്ണയുടെ മണം, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ മണം ഒന്ന് മേളിലോട്ട് വരും. അപ്പം അതോടൊപ്പം അത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആട്ടി ഉണ്ടാക്കിയത് അതിൻ്റെ ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വളരെ നല്ല രീതിയിൽ വളരെ നല്ല മണത്തോടും ടേസ്റ്റോടും കൂടിയ ഇറച്ചി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചോറിനോട് കൂടെയാണ് തിന്നാൻ ഉദ്ദേശിക്കുന്നത്. ചോറുമായിട്ട് നമുക്ക് അത് കഴിച്ച് നോക്കാം. ഓക്കെ. ഇതിനോട് അമ്മച്ചി ഇതന്നെ ഈ ഒരു മെഴുക്ക് പുരട്ടി എന്തത്? മെഴുക്ക് പുരട്ടിയത് ചക്കക്കുരും ചീരയും കൂടി മെഴുക്ക് പുരട്ടിയതാണ്. എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ചും ചീര കഴിക്കുമ്പോഴത്തേക്കും വയറ്റിൽ നിന്ന് ധാരാളം നാരുണ്ടാകുക, ഇതിലുള്ള നാര് വയറ്റിൽ പോയിട്ട് പിന്നെ വയറ്റിലുള്ള എല്ലാ അഴുക്കുകളെയും പുറത്ത് കളയാനായിട്ട് സഹായിക്കും. ഇത് കുറ്റിച്ചീരയല്ലല്ലോ? ഇത് കുറ്റിച്ചീരയല്ല, ഇത് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഞങ്ങളിവിടെ നട്ട് വളർത്തി അതിലൊന്നും അതിൻ്റെ കഷ്ണം കൊണ്ടുവന്നാണ് നട്ടത്. അടുത്ത വീട്ടിലുള്ള ഇത് ഡയബറ്റീസിനും പലവിധമായ രോഗങ്ങൾക്കും നല്ലതാണ്. കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ല ഇലയാണ്. കണ്ടാൽ പപ്പയുടെ ഇല പോലെ ഇരിക്കും, ഇല പോലെ ഇരിക്കും. പക്ഷേ ഭയങ്കര ഗുണവും മെച്ചം, അതോടൊപ്പം രുചിയും മെച്ചം. ഗുണം മെച്ചം, രുചി മെച്ചം. അപ്പോൾ ഇന്ന് നമ്മുടെ ലൗലി അമ്മച്ചിയുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഇപ്പം അമ്മച്ചി പറഞ്ഞ പോലെ ഈ ചീരയും ചക്കക്കുരും കൂടി ചേർത്തിട്ടുള്ള ഈ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ നല്ല കുത്തിരി ചോറും, നല്ല അടിപൊളി അമ്മച്ചി, ഒന്നും പറയാനില്ല. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണിത് ആക്ച്വലി. അപ്പോൾ ഞാൻ ഒരു പിടി ഒരു ഉരുള നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് അമ്മച്ചി, ഒന്നും പറയാനില്ല, അടിപൊളി. അതിലൂടെ തക്കാളിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് നല്ല ഭംഗിയുണ്ട്. അപ്പം അമ്മച്ചി ഈ ഒരു റെസിപ്പി നമുക്ക് എന്ത് ചെയ്യുക, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ കൂടെ നിന്ന് കണ്ടതുകൊണ്ട് പറയല്ല, നമുക്ക് എന്താ പറയുന്നത്, ഒരു കുക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കി തന്നു. അപ്പം അമ്മച്ചിക്ക് നമ്മുടെ പ്രേക്ഷകരോട് അമ്മച്ചിക്ക് എന്താണെന്ന് പറയാനുള്ളത്? ഈ കഴിഞ്ഞ 2 എപ്പിസോഡിലും അവർ തന്ന പ്രോത്സാഹനത്തിനും അവരുടെ നല്ല അഭിനന്ദനത്തിനും എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട്. ഇനി ഈ റെസിപ്പി നിങ്ങൾ വെച്ച് നോക്കുക, കഴിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾ ഇന്ന് വരെ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളെല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നു. താങ്ക് യു, നന്ദി, ബൈ.